Hello, here comes yet another video. Flying to Andhra Pradesh. Our companions ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എടുത്തതാണ്. യു സീ ദറ്റ് കളർഫുൾ ഫൗണ്ടൻ. ഞങ്ങൾ ചെന്നിറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്തു. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണിപ്പോൾ. അന്നേരമാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അത് കണ്ട് നിന്നുപോയി. ഇത് മറ്റൊരു ഫ്രണ്ടാണ്. ഗോൾക്കൊണ്ട ഫോർട്ട്, ഹൈദരാബാദ്. ഏൻഷ്യൻ ടൈംസിൽ ആന്ധ്രാക്കാരുടെ തന്നെ രാജാവും രാജകൊട്ടാരവും കോട്ടക്കൊത്തളങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മുഗളന്മാർ വന്ന് ആക്രമിച്ചപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോയതാണ്. ആ വസ്തുവിന് ഏകദേശം 150 കിലോ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. അതല്പം ഉയർത്താൻ പറ്റുന്ന ആളിനെ മാത്രമേ പട്ടാളത്തിലെടുക്കുകയുള്ളായിരുന്നു. ഒത്തിരി നാൾ കോട്ടയുടെ പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഔറംഗസേബിന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയതെന്നാണ് പറയുന്നത്. Actually, the Aurangzeb, we cannot come inside immediately. The enemies wait for outside 8 months for the siege. They're waiting for enemies 8 months. After 8 months, these people, before the corruption, like the bride, the gate open the night to enemies captured. Before the bride becomes. സീലിംഗ് പോലുള്ളിടം ചിലയിടത്തൊന്നും ഇല്ല തന്നെ. അത് ഇവിടുത്തെ കിങ്ങും മുഗൾ കിങ്ങുമായിട്ടുള്ള യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ടു പോയതാണ്. This one is going to up, this lift by the wheel something. So this is the living place, all the many pipelines, many water tanks available there. We can go inside. മലയുടെ മുകളിലുള്ള ജലാശയത്തിൽ നിന്നും വെള്ളം പൈപ്പ് ലൈൻ വഴി താഴേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കുകയായിരുന്നു, കറണ്ട് ഇല്ലാതെ തന്നെ. അന്ന് കറണ്ടൊന്നുമുള്ള കാലമല്ലല്ലോ, ഏൻഷ്യൻ ടൈംസ് അല്ലേ. മുഗളന്മാർ നശിപ്പിച്ച പൈപ്പ് ലൈനുകളാണ് ഈ കാണുന്നത്. ഇനി കാണാൻ പോകുന്നത് അക്കാലത്തുള്ള ടോയ്ലറ്റാണ്, അണ്ടർഗ്രൗണ്ട് ടോയ്ലറ്റ്. വെള്ളത്തിനുള്ള ടാങ്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കാം. ഇനി അവരുടെ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കൂ. നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ട് കാണുമായിരിക്കും, കൈ കൊട്ടുമ്പോൾ ഒരു എക്കോ കേൾക്കാം. ആദ്യം കൈ ചൂണ്ടിയ മലമുകളിലാണ് കൊട്ടാരമുള്ളത്. പക്ഷെ മാറ്റൊലി ഉള്ളതുകൊണ്ട്, എക്കോ ഉള്ളതുകൊണ്ട് കൈ കൊട്ടിയോ അല്ലാതെയോ ഒക്കെ വിവരങ്ങൾ അറിയിക്കാൻ പറ്റും. ശത്രുക്കൾ വന്നാലൊക്കെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കാം. കറണ്ട് സംവിധാനങ്ങളൊന്നും വേണ്ട. ഇതാ നോക്കൂ, ഈ പറയുന്നത് ഒരു മൂലയ്ക്ക് ഭിത്തിയിലോട്ട് നോക്കി നിന്ന് ഒരാൾ പറയുന്ന കാര്യം, സാറ്റ് കളിക്കുന്ന പോലെ പറയുന്ന കാര്യം 4 മൂലയ്ക്ക് നിൽക്കുന്നവർക്കും ഭിത്തി വഴി അത് ഫോണിൽ കൂടെ കേൾക്കുന്നത് പോലെ കേൾക്കാം. അതാണ് ഈ പറയുന്നത്. വളരെ സവിശേഷമായ ഭിത്തി. അതെന്തുകൊണ്ടെന്നോ എന്തിനു വേണ്ടിയെന്നോ അറിയില്ല. അതവർ പറയുന്നില്ല. എന്തിനായിരുന്നാലും അത് വളരെ രസകരമായി തോന്നി, ഒപ്പം അതിശയകരവും. അതുപോലെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു പോയിന്റിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയാൽ മുകളിലൊരു വസ്തു വൈബ്രേറ്റ് ചെയ്യുകയും ആ സിഗ്നൽ കൊണ്ട് തിളച്ച വെള്ളം എൻട്രൻസിൽ വീണ് ശത്രുക്കളെ കൊല്ലാനുമുള്ള സംവിധാനങ്ങൾ കാണിച്ചു തന്നു. മാത്രവുമല്ല, കോട്ടക്കൊത്തളങ്ങളുടെ പില്ലേഴ്സിൻ്റെ ഓരോ വശവും ഒരു 1.5 ആളിൻ്റെ നീളം വരും. അത്ര ബൃഹത്താണ് അവയെല്ലാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. അപ്പം ശരി, ഓക്കെ.